തിരുവനന്തപുരത്ത് നിന്ന് മാനസ കൂടി ചേരുകയാണ്. നോക്കാം നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ഈ പണിമുടക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. മാനസ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്? പണിമുടക്കിനോടുള്ള പ്രതികരണം ഏത് രീതിയിലാണ് തലസ്ഥാനത്ത്? ഗുഡ് മോർണിംഗ് മനു. തലസ്ഥാനത്തും പണിമുടക്ക് പൂർണ്ണം എന്ന രീതി തന്നെയാണ് ഉള്ളത്. അർദ്ധരാത്രി മുതൽ ഒരു ബസ് സർവീസുകളും നടത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ലഭിക്കുന്ന വിവരം. എങ്കിൽ കൂടിയും ഈ വാണിജ്യ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളൊക്കെയും തന്നെ മേഖലകളൊക്കെയും തന്നെ പണിമുടക്കിൽ അണിചേർന്നു എന്നുള്ളതാണ്. ഒരു കടകളും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല, ഈ സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ് സർവീസും അതോടൊപ്പം തന്നെ KSRTC സർവീസും നിലവിൽ പണിമുടക്കിൽ അണിചേർന്നിട്ടാണ് ഉള്ളത്. നേരത്തെ ഈ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ്, അതായത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഈ 10 ട്രേഡ് യൂണിയനുകളാണ് INTUC, CITU, AITUC തുടങ്ങിയുള്ള 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കാണ്. ഇതിൽ BMS ഒഴികെ ബാക്കി എല്ലാവരും തന്നെ അണിചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവനക്കാരും എല്ലാ തൊഴിലാളികളും ഈ പണിമുടക്കിൽ അണിചേരണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി എല്ലാവരും തന്നെ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ തലസ്ഥാനത്ത് നമുക്കറിയാം ബസ് സ്റ്റാൻഡും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനും അടുത്താണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ആളുകൾക്ക് പോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇത്തരത്തിൽ ബസ്സുകൾ സർവീസ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആളുകൾ മുൻകൂട്ടി പണിമുടക്കാണെന്ന് അറിയാതെ എത്തിപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെയും തന്നെ പോകേണ്ട ബദൽ സംവിധാനങ്ങളൊക്കെയും തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചില ഇടങ്ങളിൽ, അതായത് നെയ്യാറ്റിൻകര, അതോടൊപ്പം തന്നെ പാറശാല, നാഗർകോവിൽ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയുമുള്ള ബസ് സർവീസുകൾ നടത്തുന്നുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും പണിമുടക്കിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ നഗരവീഥികളിലേക്ക് നോക്കുകയാണെങ്കിലും ചില ഓട്ടോ സർവീസുകൾ ഒക്കെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഓട്ടോകൾ, ഊബർ, അതോടൊപ്പം തന്നെ റാപ്പിഡോ പോലുള്ള ഓൺലൈൻ സർവീസുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള ഓട്ടോകളൊക്കെയും തന്നെ നിരത്തുകളിൽ പോകുന്നുണ്ട്. അത് ആളുകൾക്ക് ചില പ്രതീക്ഷയാണ്. അതായത് പെട്ടെന്ന് ഒരു സ്തംഭനാവസ്ഥയിൽ കാണുമ്പോൾ ആളുകൾക്ക് വേഗം എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടോകളൊക്കെയും, അതായത് ചില BMS ഉൾപ്പെടെ യൂണിയൻ ഈ പണിമുടക്കിൽ പങ്കാളികളാകുന്നില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഘടനയിൽപ്പെട്ട ജീവനക്കാരൊക്കെയും തന്നെ ഇത്തരത്തിൽ ജോലികളിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം KSRTC ഇത്തരത്തിൽ സർവീസ് നടത്തണമെന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ സമര അനുകൂലികളായ യൂണിയനുകളിൽപ്പെട്ട ജീവനക്കാരൊക്കെയും തന്നെയുണ്ട്. അതുകൊണ്ട് സമരവുമായി പിന്തുണയ്ക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ സർവീസ് നടത്തുന്നില്ല എന്നതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. അതിൽ മറ്റ് പ്രതിപക്ഷ സംഘടനകളും ഒക്കെ തന്നെ അണിചേർന്നുള്ള ഒരു സമരം തന്നെയാണ്. മാത്രമല്ല, സൂചിപ്പിക്കാനുള്ളത് ഇന്ന് തലസ്ഥാനത്ത് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരം ജില്ലയിൽ 10,000 തൊഴിലാളികൾ ചേർന്നുള്ള ഒരു പ്രകടനം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ രാജ്ഭവനിൽ മുന്നിൽ തൊഴിലാളികളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയും തന്നെ 11 മണിയോടുകൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസുകാരുടെ നേതൃത്വത്തിലുള്ള എല്ലാ മേൽനോട്ടവും, അതായത് ആളുകളെ പെട്ടുപോകുന്ന ആളുകൾക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെയും ഒരുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്ന രീതിയിൽ പോലീസുകാരും നഗരത്തിൽ എല്ലായിടത്തും സജ്ജമാണ് എന്നുള്ളതാണ്. ഏതായാലും പണിമുടക്ക് നിലവിൽ തലസ്ഥാനത്ത് പൂർണ്ണമായി പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, തലസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് മാനസ നൽകിയത്.